കുട്ടിക്കളി കാര്യമായി. 16-കാരന് കുത്തേറ്റു. തിരുവനന്തപുരം കാട്ടാക്കടയിലാണ് സ്കൂളിന് സമീപം വിദ്യാർത്ഥിക്ക് കുത്തേറ്റത്. ഇജാസ് എന്ന വിദ്യാർത്ഥിക്കാണ് കുത്തേറ്റത്. സർക്കാർ എയ്ഡഡ് സ്കൂൾ വിദ്യാർത്ഥിയെ മറ്റ് സ്കൂളിലെ വിദ്യാർത്ഥികൾ സംഘമായി എത്തി ആക്രമിക്കുകയായിരുന്നു. പരിക്കേറ്റ വിദ്യാർത്ഥിയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അശ്വിൻ ഡിയാഗോ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. അശ്വിൻ, ഈ ഒരു പ്രായം എന്നൊക്കെ പറയുമ്പോൾ ഒരു 15, 16, 17, 18 വയസ്സെന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സൗഹൃദങ്ങൾ പൂത്തുലയേണ്ട ഒരു സമയമാണ്. ഈ സമയത്തെ ഓർമ്മകൾ ജീവിതകാലം മുഴുവൻ ഒരു മനുഷ്യനെ മുന്നോട്ട് നയിക്കാൻ ഒരു ഊർജ്ജം നൽകുന്ന അത്ര നല്ലൊരു പ്രായമാണ്, അത്ര സൗഹൃദങ്ങൾ ഉണ്ടാവേണ്ട ഒരു പ്രായമാണ്. അതിനിടയിലാണ് ഒരു ഗ്യാങ് വാർ പോലെയാണ്, ഗുണ്ടാ സംഘങ്ങളെ പോലെയാണ് ഇരുവിഭാഗങ്ങളായി തിരിഞ്ഞ് ഏറ്റുമുട്ടുകയാണ്. ഇവിടെ ഇപ്പോൾ 16 വയസ്സുകാരന് കുത്തേറ്റിരിക്കുന്നു. എന്തായിരുന്നു ഇവർക്കിടയിലുള്ള പ്രശ്നം അശ്വിൻ? ഷിഹാസ് സൂചിപ്പിച്ചതുപോലെയാണ്. പക്ഷേ കാലം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം മുൻപ് സൗഹൃദമാണ് പങ്കുവച്ചിരുന്നെങ്കിൽ ഇപ്പോൾ വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ തരത്തിലുള്ള പക, അതായത് ഗുണ്ടകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതുപോലെ വലിയ തരത്തിലുള്ള പക രൂപപ്പെടുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ചു ദിവസമായി പുറത്തുവരുന്ന വാർത്തകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട്. ഏതാണ്ട് സമാന രീതിയിലുള്ള സംഭവമാണ് കാട്ടാക്കടയിലും ഇന്നുണ്ടായിട്ടുള്ളത്. PR വില്യം സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ഇത്തരത്തിൽ മറ്റ് സ്കൂളിലെ വിദ്യാർത്ഥിയെ കുത്തിപ്പരിക്കേൽപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ സംഭവത്തിന്റെ അടിസ്ഥാനം പോലീസിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഏതാണ്ട് 6 മാസം മുമ്പ് ഒരു ക്ഷേത്രത്തിൽ വെച്ച് ഇന്ന് ഈ ആക്രമിക്കപ്പെട്ട കുട്ടിയും അതുപോലെ തന്നെ ആക്രമിക്കാനെത്തിയ 2 കുട്ടികളും തമ്മിൽ ഒരു വാക്കേറ്റമുണ്ടായിരുന്നു. ആ തർക്കം പിന്നീട് പലതരത്തിലേക്ക് മാറുന്നതും ആണ് പോലീസ് കണ്ടത് എന്നുള്ളതാണ്. മാത്രമല്ല അതിന്റെ തുടർച്ചയായി തന്നെ പലതവണ ഈ വിദ്യാർത്ഥികൾ തമ്മിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരു കണ്ടിന്യൂഷനാണ് ഇന്ന് സ്കൂളിൽ വെച്ച് നടന്നത് എന്നുള്ളതാണ്. വൈകുന്നേരം 4:30 കൂടിയാണ് സംഭവം നടക്കുന്നത്. ഈ PR വില്യം സ്കൂളിലെ വിദ്യാർത്ഥി, +2 വിദ്യാർത്ഥിയാണ്. ഈ വിദ്യാർത്ഥി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ ശത്രുതയുള്ള മറ്റ് 2 വിദ്യാർത്ഥികൾ, ഈ വിദ്യാർത്ഥികൾ ചാല ബോയ്സ് സ്കൂളിലെ കുട്ടികളാണ്. ആ ചാലയിൽ നിന്നും കാട്ടാക്കടയിലേക്ക് എത്തുകയും അവിടെ വെച്ച് വീണ്ടും ഈ പഴയ തർക്കത്തെ ചൊല്ലിയുണ്ടായ വാക്കേറ്റം അത് ഒരു സംഘർഷത്തിലേക്ക് കലാശിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വൈകുന്നേരം 4:30 കൂടി ശക്തമായ മഴയാണ് ആ ഭാഗത്ത് പെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് റോഡിലൊന്നും അധികം ആളുകൾ ഉണ്ടായിരുന്നില്ല. ഇതിനിടയിലാണ് ആദ്യം ഈ വിദ്യാർത്ഥികൾ പരസ്പരം ഏറ്റുമുട്ടുകയും ഇതിനിടയിൽ ഈ വിദ്യാർത്ഥി +2 വിദ്യാർത്ഥി PR വില്യം സ്കൂളിലെ +2 വിദ്യാർത്ഥി കയ്യിൽ കരുതിയിരുന്ന മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് ഈ സംഘത്തിലെ ഒരു കുട്ടിയെ കുത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നതിന് ശേഷം ഇവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഈ കാറിലെത്തിയ മറ്റൊരു വിദ്യാർത്ഥിയാണ് ഈ പരിക്കേറ്റയാളെ അവിടെ നിന്ന് മാറ്റി തൊട്ടടുത്ത് തന്നെയുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അവിടെ സ്ഥിതി സങ്കീർണമായതുകൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഈ ആക്രമിച്ച കുട്ടിയെ കണ്ടെത്താൻ പോലീസിനായിട്ടില്ല. ഇയാൾ ഈ കുട്ടി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. എല്ലാം 16ഉം 17ഉം വയസ്സുള്ള പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കുത്തേറ്റ വിദ്യാർത്ഥിക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തുപയോഗിച്ചാണ് കുത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ കുട്ടി ഇപ്പോൾ ഒളിവിലേക്ക് പോയിട്ടുണ്ട്. ഈ കുട്ടിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും പോലീസ് നടത്തിവരികയാണ്. അമ്പലത്തിൽ വെച്ചുണ്ടായ ഒരു വഴക്കാണ് ഇത്രയും വലിയ രീതിയിൽ അത് വളർന്ന ഈ ആക്രമണത്തിലേക്ക് കലാശിച്ചത് എന്നുള്ളതാണ് പോലീസ് പറയുകയും ചെയ്തത്. എന്തായാലും ഈ വിദ്യാർത്ഥിക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതാണ്, വിദ്യാർത്ഥികൾക്കിടയിൽ സൗഹൃദവും സ്നേഹവും ഇല്ല എന്ന് മാത്രമല്ല വലിയ പക കുട്ടികൾക്കിടയിൽ ഉണ്ടാവുന്നു. ചിലപ്പോൾ